ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ 8ാമത്തെ ദിവസത്തെ മോക്ക് ടെസ്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ലൈഫ് ട്രാക്കിൻ്റെ സൈഡിൽ നിന്ന് SSCയുടെയോ PSCയുടെയോ ഏതെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൺസേൺ ടീമിനെ മെയിൽ ത്രൂവോ വാട്സാപ്പ് ത്രൂവോ നിങ്ങൾ ഇൻഫോം ചെയ്യുക. അതുപോലെ നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സെയിം മെയിലോ വാട്സാപ്പിലോ നിങ്ങൾ ഇൻഫോം ചെയ്താൽ മതി. ടീം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ മോക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് കെമിസ്ട്രിയുടെ മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ 20 ചോദ്യങ്ങൾ വിത്ത് ആൻസർ ഞാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് സത്യസന്ധമായിട്ട് പറയാം. എന്നിട്ട് വീക്കായിട്ടുള്ള ഏരിയാസ് നിങ്ങൾ കവറപ്പ് ചെയ്യുക. ഓക്കെ അല്ലടാ, സെറ്റല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഓപ്ഷൻ സി, ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസ് കണ്ടെത്തിയത്. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഓക്സിജൻ ആണ്. ഓക്കെ അല്ലേ? ഞാൻ സ്പീഡ് കൂടുന്നുണ്ട് അല്ലേ? ഇത്തിരി സ്പീഡ് കുറയ്ക്കാം. മൂന്നാമത്തെ ചോദ്യം, ആധുനിക ആവർത്തന പട്ടികയിൽ ആകെ എത്ര പീരീഡുകൾ ഉണ്ട്? ആധുനിക ആവർത്തന പട്ടികയിൽ ആകെ എത്ര പീരീഡുകൾ ഉണ്ട്? ഓപ്ഷൻ എ 7, ഓപ്ഷൻ ബി 18, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 10. ഉത്തരം ഓപ്ഷൻ ഡി 8. നാലാമത്തെ ചോദ്യം, ഉറുമ്പ് കടിക്കുമ്പോൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ എ സിട്രിക് ആസിഡ്, ഓപ്ഷൻ ബി ലാക്റ്റിക് ആസിഡ്, ഓപ്ഷൻ സി ഫോമിക് ആസിഡ്, ഓപ്ഷൻ ഡി അസറ്റിക് ആസിഡ്. ഉത്തരം ഓപ്ഷൻ സി ഫോമിക് ആസിഡ്. അഞ്ചാമത്തെ ചോദ്യം, വായുവിലിരുന്നാൽ സ്വയം കത്തുന്നതിനാൽ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൃദുവായ ലോഹം ഏതാണ്? ഓപ്ഷൻ എ അലുമിനിയം, ഓപ്ഷൻ ബി മെർക്കുറി, ഓപ്ഷൻ സി സോഡിയം, ഓപ്ഷൻ ഡി കാൽസ്യം. ഉത്തരം ഓപ്ഷൻ സി സോഡിയം. ആറാമത്തെ ചോദ്യം, പലഹാരങ്ങൾ ഉണ്ടാക്കാനും കേക്ക് പൊങ്ങാനും ഉപയോഗിക്കുന്ന അപ്പക്കാരത്തിൻ്റെ രാസനാമം എന്ത്? ഓപ്ഷൻ എ സോഡിയം കാർബണേറ്റ്, ഓപ്ഷൻ ബി സോഡിയം ബൈകാർബണേറ്റ്, ഓപ്ഷൻ സി കാൽസ്യം കാർബണേറ്റ്, ഓപ്ഷൻ ഡി സോഡിയം ക്ലോറൈഡ്. ഉത്തരം ഓപ്ഷൻ ബി സോഡിയം ബൈകാർബണേറ്റ്. ഏഴാമത്തെ ചോദ്യം, ഹരിതഗൃഹ പ്രഭാവത്തിന് പ്രധാന കാരണമാകുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി നൈട്രജൻ, ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ഡി കാർബൺ മോണോക്സൈഡ്. ഉത്തരം ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. എട്ടാമത്തെ ചോദ്യം, ബയോഗ്യാസിലെയും CNGയിലെയും പ്രധാന ഘടകമായ വാതകം ഏതാണ്? ഓപ്ഷൻ എ ബ്യൂട്ടേൻ, ഓപ്ഷൻ ബി പ്രൊപ്പെയിൻ, ഓപ്ഷൻ സി മീഥെയിൻ, ഓപ്ഷൻ ഡി ഈഥെയിൻ. ഉത്തരം ഓപ്ഷൻ സി മീഥെയിൻ. ഒൻപതാമത്തെ ചോദ്യം, ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരത്തിലെ ഘടകങ്ങൾ ഏവ? ഓപ്ഷൻ എ ചെമ്പും സിങ്കും, ഓപ്ഷൻ ബി ചെമ്പും ടിന്നും, ഓപ്ഷൻ സി ഇരുമ്പും ക്രോമിയവും, ഓപ്ഷൻ ഡി ഇയവും ടിന്നും. ഉത്തരം ഓപ്ഷൻ ഡി ഇയവും ടിന്നും. പത്താമത്തെ ചോദ്യം, കേരളത്തിലെ തീരദേശ മണലിൽ സമൃദ്ധമായി കാണുന്ന തോറിയത്തിൻ്റെ അയിര് ഏതാണ്? ഓപ്ഷൻ എ ബോക്സൈറ്റ്, ഓപ്ഷൻ ബി മോണോസൈറ്റ്, ഓപ്ഷൻ സി ഗലീന, ഓപ്ഷൻ ഡി ഹെമറ്റൈറ്റ്. ഉത്തരം ഓപ്ഷൻ ബി മോണോസൈറ്റ്. 11ാമത്തെ ചോദ്യം, ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ അതിൽ സിങ്ക് പൂശുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എങ്ങനെ? ഓപ്ഷൻ എ വൽക്കനൈസേഷൻ, ഓപ്ഷൻ ബി ഗാൽവനൈസേഷൻ, ഓപ്ഷൻ സി ഹൈഡ്രജനൈസേഷൻ, ഓപ്ഷൻ ഡി കാൽസിനേഷൻ. ഉത്തരം ഓപ്ഷൻ ബി ഗാൽവനൈസേഷൻ. 12ാമത്തെ ചോദ്യം, റേഡിയോ ആക്റ്റീവ് തകർച്ചയിലൂടെ പുറപ്പെടുന്ന കിരണങ്ങളിൽ ഏറ്റവും കൂടുതൽ തുളച്ചു കയറാൻ ശേഷിയുള്ളത് ഏതിനാണ്? ഓപ്ഷൻ എ ആൽഫ കിരണങ്ങൾ, ഓപ്ഷൻ ബി ബീറ്റ കിരണങ്ങൾ, ഓപ്ഷൻ സി ഗാമ കിരണങ്ങൾ, ഓപ്ഷൻ ഡി എക്സ്റേകൾ. ഉത്തരം ഓപ്ഷൻ സി ഗാമ കിരണങ്ങൾ. 13ാമത്തെ ചോദ്യം, സ്റ്റേജ് ഷോകളിലും മറ്റും കൃത്രിമ പുക ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഡ്രൈ ഐസ് യഥാർത്ഥത്തിൽ എന്താണ്? ഓപ്ഷൻ എ ഖര കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ബി ദ്രവ നൈട്രജൻ, ഓപ്ഷൻ സി ഖര ഹൈഡ്രജൻ, ഓപ്ഷൻ ഡി കാർബൺ മോണോക്സൈഡ്. ഉത്തരം ഓപ്ഷൻ എ ഖര കാർബൺ ഡൈ ഓക്സൈഡ്.
14-ാമത്തെ ചോദ്യം, എലിവിഷം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതും വായുവിൽ തുറന്നു വച്ചാൽ സ്വയം കത്തുന്നതുമായ ഫോസ്ഫറസ് ഏതാണ്? ഓപ്ഷൻ എ ചുവപ്പ് ഫോസ്ഫറസ്, ഓപ്ഷൻ ബി വെള്ള ഫോസ്ഫറസ്, ഓപ്ഷൻ സി കറുത്ത ഫോസ്ഫറസ്, ഓപ്ഷൻ ഡി പച്ച ഫോസ്ഫറസ്. ഉത്തരം ഓപ്ഷൻ ബി വെള്ള ഫോസ്ഫറസ്. 15-ാമത്തെ ചോദ്യം, അണുനിലയങ്ങളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന ഭാരജലത്തിൻ്റെ രാസനാമം എന്ത്? അണുനിലയങ്ങളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന ഭാരജലത്തിൻ്റെ രാസനാമം എന്താണ്? ഓപ്ഷൻ എ ഹൈഡ്രജൻ ഓക്സൈഡ്, ഓപ്ഷൻ ബി നൈട്രസ് ഓക്സൈഡ്, ഓപ്ഷൻ സി ഡ്യൂട്ടീരിയം ഓക്സൈഡ്, ഓപ്ഷൻ ഡി കാൽസ്യം ഓക്സൈഡ്. ഉത്തരം ഓപ്ഷൻ സി ഡ്യൂട്ടീരിയം ഓക്സൈഡ്. 16-ാമത്തെ ചോദ്യം, ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഓപ്ഷൻ എ ഇലക്ട്രോൺ, ഓപ്ഷൻ ബി പ്രോട്ടോൺ, ഓപ്ഷൻ സി ന്യൂട്രോൺ, ഓപ്ഷൻ ഡി പോസിട്രോൺ. ഉത്തരം ഓപ്ഷൻ ബി പ്രോട്ടോൺ. 17-ാമത്തെ ചോദ്യം, ഒരു ലായനിയുടെ pH മൂല്യം 7 കുറവാണെങ്കിൽ അത് എന്ത് സ്വഭാവമാണ് കാണിക്കുന്നത്? ഓപ്ഷൻ എ ക്ഷാരം, ഓപ്ഷൻ ബി ന്യൂട്രൽ, ഓപ്ഷൻ സി ആസിഡ്, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി ആസിഡ്. 18-ാമത്തെ ചോദ്യം, സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരേയൊരു അലോഹം ഏതാണ്? ഓപ്ഷൻ എ മെർക്കുറി, ഓപ്ഷൻ ബി ക്ലോറിൻ, ഓപ്ഷൻ സി അയോഡിൻ, ഓപ്ഷൻ ഡി ബ്രോമിൻ. ഉത്തരം ഓപ്ഷൻ ഡി ബ്രോമിൻ. 19-ാമത്തെ ചോദ്യം, പാചകവാതകമായ LPG ചോർച്ച മണത്ത് കണ്ടുപിടിക്കാൻ ഇതിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ഓപ്ഷൻ എ ഈഥൈൽ മെർക്യാപ്റ്റൺ, ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ സി മീഥൈൽ ഓക്സൈഡ്, ഓപ്ഷൻ ഡി ഫോമിക് ആസിഡ്. ഉത്തരം ഓപ്ഷൻ എ ഈഥൈൽ മെർക്യാപ്റ്റൺ. 20-ാമത്തെ ചോദ്യം, ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്ര അനുഭവപ്പെടുന്ന താപനില എത്രയാണ്? ഓപ്ഷൻ എ 0 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി 100 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ഡി -4 ഡിഗ്രി സെൽഷ്യസ്. ഉത്തരം ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസ്. 20 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 20 ചോദ്യങ്ങൾ നിങ്ങൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീക്കായിട്ടുള്ള ഏരിയാസ് മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ PSC DSSCയുടെ ഏതെങ്കിലും മെറ്റീരിയൽസ് ലൈഫ് ട്രാക്കിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൺസേൺ ടീമിനെ മെയിൽ ത്രൂവോ വാട്സപ്പ് ത്രൂവോ നിങ്ങൾ ഇൻഫോം ചെയ്യുക. അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ 10 ഡേ സ്റ്റഡി സെഷൻ 8-ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. ഇനിയും ലാസ്റ്റ് മിനിറ്റിലേക്ക് കയറാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ടീമിനെ ഇൻഫോം ചെയ്യുക. ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. അപ്പോൾ നാളെ മറ്റൊരു സബ്ജക്റ്റായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക്